ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്പർ റിലേഷൻ, അതായത് 10ാമത്തെ ചാപ്റ്ററാണ്. ക്ലാസ്സുകളിൽ ഈ പാഠഭാഗം എടുത്തിട്ടുണ്ടാവാം, അതുകൊണ്ട് തന്നെ കുറച്ച് ഷോർട്ടായിട്ടാണ്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിജിറ്റ് സം. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. 20 എന്ന സംഖ്യയെ 10 ഇൻറ്റു 2 പ്ലസ് 0 എന്ന് എഴുതാൻ കഴിയും. അതായത് 10 ഇൻറ്റു 2 വരുന്നത് 20 ആണ്, പ്ലസ് 0 20 തന്നെയാണ്. അതേപോലെ 47നെ 10ന്റെ ഗുണിതമായിട്ട് എഴുതുമ്പോൾ 10 ഇൻറ്റു 4, ഇവിടെ വരുന്ന 4 ശ്രദ്ധിക്കുക. അതായത് 47ന്റെ ഫസ്റ്റിൽ വരുന്ന സംഖ്യയാണ് 4. ആ 4നെയാണ് 10 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ 10 ഇൻറ്റു 4 എത്രയാണ്? 40 വരുന്നത്. പിന്നെ രണ്ടാമത്തെ സംഖ്യയായ 7 അതിനോട് കൂട്ടുകയാണ് ചെയ്യുന്നത്. 98 വരുമ്പോൾ എന്താണ്? 10 ഇൻറ്റു 9, ആദ്യത്തെ സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ചു, രണ്ടാമത്തെ സംഖ്യ കൂട്ടി, അങ്ങനെയാണ് കിട്ടുന്നത്. ഇതിന് പകരമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് 10 ഈസ് ഈക്വൽ ടു 9 പ്ലസ് 1, 10ന് പകരം 9 പ്ലസ് 1 കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വ്യത്യസ്തമായിട്ട്, അതായത് ലാസ്റ്റ് ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, 20 എന്ന സംഖ്യയാണുള്ളത്. 20ന്റെ ആദ്യത്തെ സംഖ്യ എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 9 എന്ന സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അതായത് 9 ഇൻറ്റു 2 പ്ലസ് 2. അതായത് ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 20ന്റെ ആദ്യത്തെ സംഖ്യ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 47നെ എങ്ങനെ എഴുതാം? 9നെ ആദ്യം നമ്മൾ ഗുണിക്കേണ്ടത് 4 കൊണ്ടാണ്, അല്ലേ? 47 എന്ന സംഖ്യ വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 9 ഇൻറ്റു 4, അതായത് ആദ്യത്തെ സംഖ്യയെ ഗുണിച്ചു. പക്ഷേ ഇവിടെ 2 സംഖ്യകൾ വരുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. പ്ലസ് ഇവിടെ വരുന്ന ആദ്യത്തെ സംഖ്യയായ 4 പ്ലസ് 7. 9നെ 4 കൊണ്ട് ഗുണിച്ചു, അതിനുശേഷം 4 പ്ലസ് 7 എഴുതി. അതേപോലെ 98 വരുമ്പോൾ എങ്ങനെയാണ്? 9നെ 9 കൊണ്ട് ഗുണിച്ചു, പിന്നീട് വരുന്ന 2 സംഖ്യകൾ ഏതൊക്കെയാണ്? 9ഉം 8ഉം ആണ്, അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? പ്ലസ് 8 പ്ലസ് 9 എന്ന് എഴുതാം. ഇനി ഇവിടെ 55 ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 9 ഇൻറ്റു 5 പ്ലസ് 5 പ്ലസ് 5. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 20, 47, 98. ഓക്കെ, 20നെ മാറ്റി എഴുതാൻ പോവുകയാണ്. 9ന്റെ ഗുണിതമായിട്ടാണ് മാറ്റി എഴുതാൻ പോകുന്നത്. 20 എന്ന സംഖ്യ ശ്രദ്ധിക്കുക. 20ൽ ഏതൊക്കെ ലെറ്ററുകളാണ്, ഏതൊക്കെ അക്കങ്ങളാണുള്ളത്? 2 ഉണ്ട്, അതേപോലെ തന്നെ 0 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 10ന്റെ സ്ഥാനത്ത് വരുന്ന 2നെയാണ് 9 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ 9 ഇൻറ്റു 2 പ്ലസ് ആദ്യത്തെ സംഖ്യയായ 2 പ്ലസ് 0. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നോക്കുക, 9 ഇൻറ്റു 2 അതേപോലെ തന്നെ നമുക്ക് എഴുതാം. 9 ഇൻറ്റു 2 പ്ലസ് 2, 2 പ്ലസ് 0 2 തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള 0 എഴുതേണ്ടതില്ല. എന്നാൽ രണ്ടാമത്തെ സംഖ്യയായ 47 നമ്മൾ എഴുതുമ്പോൾ 9ന്റെ ഗുണിതങ്ങളായിട്ടാണ് എല്ലാം എഴുതുന്നത്. ആദ്യത്തെ സംഖ്യ, അതായത് 10ന്റെ സ്ഥാനത്തുള്ള 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 4 പ്ലസ് പിന്നീട് വരുന്ന 2 സംഖ്യകൾ 4 പ്ലസ് 7, 4 പ്ലസ് 7, അല്ലേ? ഇങ്ങനെയാണ് ചെയ്തത്. 98 വരുമ്പോൾ എന്താണ് ചെയ്തത്? 9 കൊണ്ടാണ് ഗുണിക്കുന്നത്. ആദ്യത്തെ സംഖ്യ 9 ആണ്. അപ്പോൾ 9 ഇൻറ്റു 9 പ്ലസ് 2 സംഖ്യകളും 9 പ്ലസ് 8, 9 പ്ലസ് 8. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നോക്കുക, 9 ഇൻറ്റു 9 വരുന്നത് 81 ആണ്. 81 പ്ലസ് 9 പ്ലസ് 8 എത്രയാണ് വരുന്നത്? 81 പ്ലസ് 9 വരുമ്പോൾ 90, 90 പ്ലസ് 8 98. 98 എന്ന സംഖ്യക്ക് മാറ്റം വരുന്നില്ല, അതുകൊണ്ടാണ് 98 ഈക്വൽ ടു എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ മാറ്റി എഴുതാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏതൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാലും ഇതേപോലെ പിരിച്ചെഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പം നോക്കുക, നമുക്ക് 67 എന്നുള്ള ഒരു സംഖ്യ കിട്ടി. എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? എപ്പോഴും 9 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. 9 കൊണ്ട് ലെഫ്റ്റിൽ വരുന്ന, അതായത് 10ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയായ 6 കൊണ്ടാണ് ഗുണിക്കുന്നത്. ഇവിടെ 2 സംഖ്യകൾ വരുന്നത് കൊണ്ട് 6 പ്ലസ് 7. മറ്റൊരു സംഖ്യ നോക്കാം. 30 വരുമ്പോൾ 9 ഇൻറ്റു 3, 3 പ്ലസ് 0 എന്ന് എഴുതേണ്ടതില്ല, 0 ഒഴിവാക്കിയിട്ട് നമുക്ക് 3 എഴുതിയാൽ മതി, പ്ലസ് 3. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് 20, 30, 40 എന്നുള്ള സംഖ്യ എഴുതുമ്പോൾ എങ്ങനെയാണ്? 9 ഇൻറ്റു 2 പ്ലസ് 2, 30 വരുമ്പോൾ
9 ഇൻറ്റു 3 പ്ലസ് 3, 40 വരുമ്പോൾ 9 ഇൻറ്റു 4 പ്ലസ് 4. ഇതൊരു മനക്കണക്ക് പോലെ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ മുൻപോട്ടുള്ള കണക്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ നോക്കൂ, 10 മുതൽ 90 വരെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. 10നെ മാറ്റി എഴുതുന്ന നോക്കുക, 9 ഇൻറ്റു 1 പ്ലസ് 1. 20 ആണെങ്കിൽ 9 ഇൻറ്റു 2 പ്ലസ് 2. 30 വരുമ്പോൾ 9 ഇൻറ്റു 3 പ്ലസ് 3. 40 വരുമ്പോൾ 9 ഇൻറ്റു 4 പ്ലസ് 4. 50 വരുമ്പോൾ 9 ഇൻറ്റു 5 പ്ലസ് 5. അതേപോലെ 90 വരുമ്പോൾ 9 ഇൻറ്റു 9 പ്ലസ് 9. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഒരു കാണാപ്പാഠം പോലെ പഠിച്ചു വെക്കുക. മറ്റൊരു കാര്യം പഠിച്ചത് എന്തായിരുന്നു? 37 ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് എഴുതിയിരുന്നത്? 9 ഇൻറ്റു 3 പ്ലസ് 3 പ്ലസ് 7 എന്നാണ് എഴുതിയിരുന്നത്. അടുത്തത് തൊട്ട് താഴെ വരുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 11 എന്ന സംഖ്യയാണ്. 11 വരുമ്പോൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്? 11 ഈക്വൽ ടു 9 ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് 1. ഇവിടെ വരുന്ന ഒരു മാറ്റം കുട്ടികൾ ശ്രദ്ധിക്കുക. 9 ഇൻറ്റു 1 അതേപോലെ തന്നെ എഴുതാം. 9 ഇൻറ്റു 1 പ്ലസ് ഈ 1 പ്ലസ് 1 എന്ത് ചെയ്യുക? നമുക്ക് കൂട്ടിയിട്ട് എഴുതാം. അതായത് 1 പ്ലസ് 1 2 എന്ന് എഴുതാം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? 9 എന്ന സംഖ്യയെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിച്ചു. അതായത് 9 ഇൻറ്റു 1 പ്ലസ് പിന്നീട് എന്താണ് എഴുതിയത്? ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി 1 പ്ലസ് 1 2. 11 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക. 9 ഇൻറ്റു 1 പ്ലസ് 2. 2 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 1 പ്ലസ് 1. 12 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക. 9 ഇൻറ്റു 1. 1 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന 10ാമത്തെ സംഖ്യയാണ്. 10ാമത്തെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ്. പിന്നീട് 2 പ്ലസ് 1 ചെയ്തു 3. അങ്ങനെയാണ് 9 ഇൻറ്റു 1 പ്ലസ് 3. 22 എഴുതുമ്പോൾ നോക്കുക. 9 ഇൻറ്റു 2 പ്ലസ് ഈ രണ്ട് സംഖ്യകളും കൂട്ടിയിട്ട് 4. 99 വരുമ്പോൾ ശ്രദ്ധിക്കുക. 9 ഇൻറ്റു 9 പിന്നീട് 9 പ്ലസ് 9 18. അപ്പോൾ എഴുതുന്നത് 9 ഇൻറ്റു 9 പ്ലസ് 18. അടുത്തതായിട്ട് നമ്മൾ 3 അക്ക സംഖ്യയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുൻപായിട്ട് 2 അക്ക സംഖ്യകൾ ഒന്നുകൂടെ എഴുതാം. 20 എന്ന സംഖ്യ വരുമ്പോൾ 9 ഇൻറ്റു 2 പ്ലസ് 2. 23 ആണ് വരുന്നതെങ്കിൽ 9 ഇൻറ്റു 2 പ്ലസ് ഇവിടെ വരുന്ന രണ്ട് സംഖ്യകളും കൂട്ടിയിട്ട് 3 പ്ലസ് 2 5. 28 ആണ് വരുന്നതെങ്കിലോ 9 ഇൻറ്റു 2 പ്ലസ് 8 പ്ലസ് 2 10. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. 32 എന്ന് പറയുന്ന സംഖ്യ എഴുതിയിരുന്നത് 9 ഇൻറ്റു 3 പ്ലസ് 5 ആണ് അല്ലേ. 32നെ നമ്മൾ ഭാഗിച്ചെഴുതുകയാണ്. ആദ്യം എന്താണ്? 30. ബാക്കി വരുന്ന ഒരു 2 അവിടെ വെക്കുക. 30നെ എങ്ങനെയാണ് എഴുതിയിരുന്നത്? 9 ഇൻറ്റു 3 പ്ലസ് 3 എന്നാണ് എഴുതിയിരുന്നത്. ഈ ബാക്കി വരുന്ന 2 അതിൻ്റെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 3 പ്ലസ് 5 ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 32നെ 30 പ്ലസ് 2 ആണ് അല്ലേ 32 എന്ന് പറയുന്നത്. അപ്പോൾ 30 എന്ന് പറയുന്നത് എന്താണ്? 9 ഇൻറ്റു 3 പ്ലസ് 3 ആണ്. പിന്നീട് അതിൻ്റെ കൂടെ ഒരു 2 കൂട്ടുക. അതാണ് 9 ഇൻറ്റു 3 പ്ലസ് 3 പ്ലസ് 2. Any two-digit number is got by multiply by the first digit by 9 and adding the sum of the two digit. ഏത് രണ്ട് സംഖ്യകൾ എടുത്തു കഴിഞ്ഞാലും അതിൽ വരുന്ന ഫസ്റ്റ് ഡിജിറ്റിനെ 9 കൊണ്ട് ഗുണിച്ചതിന് ശേഷം രണ്ട് സംഖ്യകളും അതിൻ്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് 3 അക്ക സംഖ്യകളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് 10 എന്ന സംഖ്യയെ നമ്മൾ ആദ്യം എഴുതിയത് ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. 10 എഴുതിയിരുന്നത് 9 ഇൻറ്റു 1 പ്ലസ് 1 എന്നായിരുന്നു. അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് 100 ആണ്. ഇവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യത്തെ നമ്പറാണ്. 1 എന്ന സംഖ്യയാണ് ശ്രദ്ധിക്കേണ്ടത്. ഗുണിക്കുന്നത് 9 കൊണ്ട് തന്നെയാണ്. 9 ഇൻറ്റു ഇവിടെ 1 എന്ന സംഖ്യക്ക് പകരം ഇവിടെ 2 പൂജ്യങ്ങൾ വന്നതുകൊണ്ട് എത്ര ഒന്നാണ് എഴുതുന്നത്? 2 ഒന്നാണ് എഴുതുന്നത്. 10ന് ഒരു പൂജ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 എന്ന സംഖ്യക്ക് പകരം 2 ഒന്നുകൾ ഇടുന്നു. ഓക്കെ. അതിനുശേഷം പ്ലസ് ഫസ്റ്റ് ഡിജിറ്റായ 1 തന്നെയാണ് എഴുതുന്നത്.
മനസ്സിലായില്ലേ? ഈ ഒരു പാറ്റേൺ നമ്മൾ കാണാപ്പാഠമായിട്ട് അറിഞ്ഞിരിക്കണം. 200 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. 200 എഴുതുമ്പോൾ ആദ്യത്തെ ഡിജിറ്റ് വരുന്നത് 2 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 9 ഇൻറ്റു 2ന് പകരം 2 2കൾ എഴുതുകയാണ്. 9 ഇൻറ്റു 22 പ്ലസ് ആദ്യത്തെ സംഖ്യയായ 2. ഓക്കെ. എല്ലാവർക്കും ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. 300 വരുമ്പോൾ ശ്രദ്ധിക്കുക. 9 ഇൻറ്റു ആദ്യത്തെ സംഖ്യയായ 3നെ എന്താണ് എഴുതേണ്ടത്? 33 ആണ് എഴുതുന്നത്. പ്ലസ് 3. മൂന്നക്ക സംഖ്യകൾ വരുമ്പോഴുള്ള ഈ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1ഉം 2 പൂജ്യങ്ങളുമാണ്. 9 ഇൻറ്റു 11 പ്ലസ് 1 എന്നെഴുതി. 200 ആവുമ്പോൾ 9 ഇൻറ്റു 22 പ്ലസ് 2 എന്നെഴുതി. 300 ആകുമ്പോൾ 9 ഇൻറ്റു 33 പ്ലസ് 3 എന്നെഴുതി. 400 ആകുമ്പോൾ 9 ഇൻറ്റു 44 പ്ലസ് 4 എന്നെഴുതി. ഈ പാറ്റേൺ മറന്നു പോകാതെ പഠിക്കുക. നമ്മളിപ്പോൾ പഠിച്ചിരുന്നത്, ആദ്യം പഠിച്ചത് രണ്ടക്ക സംഖ്യകളാണ്. രണ്ടക്ക സംഖ്യകൾ 2 രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് 2 എന്നൊരു സംഖ്യയും പിന്നീട് വരുന്നത് രണ്ടാമത്തെ സംഖ്യയായ 0 ആണ് വരുന്നത്. പിന്നീട് എന്താണ്? രണ്ടും വ്യത്യസ്ത സംഖ്യകളായിട്ട് പഠിച്ചു. അതേപോലെ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് മൂന്നക്ക സംഖ്യയാണ്. മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സംഖ്യയും 2 പൂജ്യങ്ങളുമാണ് പഠിച്ചത്. ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? 2 സംഖ്യകളും ഒരു പൂജ്യവും ബാക്കി വരുന്നുണ്ട്. പിന്നീട് 3ഉം സംഖ്യകളായിട്ട് മാറുമ്പോൾ എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് 250 എങ്ങനെ എഴുതാം. നോക്കുക, 200 എങ്ങനെയാണ് എഴുതിയിരുന്നത്? 9 ഇൻറ്റു 22 പ്ലസ് 2 എന്നാണ് എഴുതിയത്. 50 എങ്ങനെയാണ് എഴുതിയിരുന്നത്? 9 ഇൻറ്റു 5 പ്ലസ് 5 എന്നാണ് എഴുതിയിരുന്നത്. ഇനി നോക്കുക, ഇനി നമ്മൾ 250 ആണ് എഴുതാൻ പോകുന്നത്. 250 എഴുതുമ്പോൾ 9 കൊണ്ട് തന്നെയാണ് എല്ലാ സംഖ്യയെയും ഗുണിക്കുന്നത്. നമ്മൾ 200 വരുമ്പോൾ എഴുതിയിരുന്നത് എത്രയാണ്? 22 ആണ് എഴുതിയിരുന്നത്. 50 വന്നപ്പോൾ എഴുതിയിരുന്നത് ഇവിടെ എത്രയാണ്? 5 ആണ് എഴുതിയിരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 22ൻ്റെ കൂടെ നമ്മൾ 5 കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ആദ്യത്തെ സംഖ്യയായ 2, 250 വരുമ്പോൾ ആദ്യത്തെ സംഖ്യയായ 2നെ നമ്മൾ എന്ത് ചെയ്യും? 22 എന്ന് എഴുതും. പിന്നീട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? 5 കൂട്ടും. അങ്ങനെ വരുമ്പോൾ കിട്ടുന്നത് 27 ആണ്. പ്ലസ് പിന്നീട് എന്താണ്? ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് എഴുതുക. 5 പ്ലസ് 2 7. സിമ്പിൾ അല്ലേ? 350 എടുക്കാം. 350 വരുമ്പോൾ 9 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സംഖ്യയെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഡബിളാക്കി എഴുതണം. അതായത് 33 ആക്കി എഴുതണം അല്ലേ? പിന്നീട് വരുന്ന 5 അതിൻ്റെ കൂടെ കൂട്ടണം. 5 ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 38 ആണ്. ഓക്കെ. അപ്പോൾ 9 ഇൻറ്റു 38 പ്ലസ് ഈ 5 പ്ലസ് 3 8. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ 150 എന്ന സംഖ്യ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഡിജിറ്റ് ഞാൻ കളർ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 150 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. 150 എന്ന സംഖ്യ 9 ഇൻറ്റു 16 പ്ലസ് 6 എന്നാണ് എഴുതിയിരുന്നത്. ഈ 16 എങ്ങനെയാണ് കിട്ടിയിരുന്നത്? ആദ്യത്തെ സംഖ്യയായ 1 അതെന്ത് എഴുതി? നമ്മൾ 11 എന്ന് എഴുതി. അതിൻ്റെ കൂടെ രണ്ടാമത്തെ സംഖ്യയായ 5 കൂട്ടി. 11 പ്ലസ് 5 അതാണ് ഇവിടെ 16 എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നീട് ആദ്യത്തെ സംഖ്യയായ 1ഉം 5ഉം നമ്മൾ കൂട്ടി. അതാണ് ഇവിടെ 1 പ്ലസ് 5 കൂട്ടി. അതാണ് ഇവിടെ 6 എന്ന സംഖ്യ വരുന്നത്. രണ്ടാമത്തെ സംഖ്യ നോക്കുക. 250 വരുമ്പോൾ ആദ്യത്തെ സംഖ്യയായ 2ൻ്റെ കൂടെ രണ്ടാമത്തെ സംഖ്യയായ 5 ആണ് കൂട്ടേണ്ടത് അല്ലേ? ആദ്യത്തെ സംഖ്യയായ 2 എങ്ങനെയാണ് എഴുതുന്നത്? 22 എന്നാണ് എഴുതുന്നത്. അതിൻ്റെ കൂടെ 5 കൂട്ടുക. അപ്പോൾ 9 ഇൻറ്റു 27, അതായത് 22ൻ്റെ കൂടെ 5 കൂട്ടിയാൽ കിട്ടുന്നത് 27 ആണ്. അതേപോലെ തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും സംഖ്യകൾ കൂട്ടുമ്പോൾ 5 പ്ലസ് 2 കിട്ടുന്നത് 7. അതാണ് നമ്മൾ ഇവിടെ 7 എഴുതുന്നത്. അപ്പോൾ 9 ഇൻറ്റു 27 പ്ലസ് 7 എന്ന് എഴുതും. മൂന്നാമത്തത് നോക്കുക. 350 ആണ് വരുന്നത്. 350 വരുമ്പോൾ 9 ഇൻറ്റു 38 എങ്ങനെയാണ് വരുന്നത്? 33 പ്ലസ് 5 ആണ് അല്ലേ? 33 പ്ലസ് 5 ആണ് വരുന്നത്. 38 കിട്ടി. പിന്നീട് എത്രയാണ്? 5 പ്ലസ് 3 8. 5 പ്ലസ് 3 എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ സംഖ്യയായ 3ഉം രണ്ടാമത്തെ സംഖ്യയായ 5ഉം കൂട്ടിയപ്പോഴാണ്. അടുത്തായിട്ട് നോക്കുക. 450 ആണ് വരുന്നത്. 450 എഴുതുന്നത് 9 ഇൻറ്റു 49 പ്ലസ് 9 ആണ്.
49 എങ്ങനെയാണ് കിട്ടുന്നത്? 44 പ്ലസ് 5 ആണ്. ഈ 44 വരുന്നത് ആദ്യത്തെ സംഖ്യയായ 4 എന്താക്കി എഴുതി? ഡബിളാക്കി എഴുതിയതാണ്. പിന്നീട് രണ്ടാമത്തെ സംഖ്യയായ 5 അതിൻ്റെ കൂടെ കൂട്ടി. 44 പ്ലസ് 5 വരുന്നത് 49 ആണ്. 5 പ്ലസ് 4 9 ഇവിടെ എഴുതാം. അതേപോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. 5ന് 550 വരുമ്പോൾ 9 ഇൻറ്റു 60 പ്ലസ് 10 ആണ് വരുന്നത്. 55 പ്ലസ് 5 വരുന്നത് 60 ആണ്. അതേപോലെ 5 പ്ലസ് 5 വരുന്നത് 10 ആണ്. 650 വരുമ്പോൾ 9 ഇൻറ്റു 71 പ്ലസ് 11 ആണ് വരുന്നത്. അതായത് 66 പ്ലസ് 5 ആണ് 71 വരുന്നത്. 6 പ്ലസ് 5 ആണ് 11 വരുന്നത്. 750 വരുമ്പോൾ 9 ഇൻറ്റു 82 പ്ലസ് 12 ആണ് വരുന്നത്. 77 പ്ലസ് 5 ആണ് 82 വരുന്നത്. 7 പ്ലസ് 5 ആണ് 12 വരുന്നത്. പിന്നീട് വരുന്ന സംഖ്യകളൊന്ന് വായിച്ചു നോക്കുക. അടുത്തായിട്ട് 3 അക്ക സംഖ്യകളിൽ വ്യത്യസ്തമായ നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എടുക്കേണ്ടത്. അതായത് 4, 7, 3 വ്യത്യസ്തമായ നമ്പറുകളാണ്. ഇതിൽ 0 വരുന്നില്ല. ഈ പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വളരെ തറവായിട്ട് 1-2 പ്രാവശ്യം വീഡിയോ കാണുക. പിന്നീട് പല സംഖ്യകൾ നോട്ട് ബുക്കിൽ എഴുതി നോക്കിയതിന് ശേഷം അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക.